ഡിയേഴ്സ്, ഈ ട്രിപ്പിൾ ട്രിക്സ് നിങ്ങൾ ലിംഗം വായിലിടുന്ന സമയത്ത് ഒരൊറ്റ ടൈമിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പുരുഷൻ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്ക്രീൻ ചെയ്തിട്ടുള്ള ഒരു രതിമൂർച്ച കൊടുക്കാൻ വേണ്ടി പറ്റും. ഏതാണെന്നറിയട്ടെ, ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. അല്ലാതെ ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്കുക. അല്ലെങ്കിൽ ലിംഗം വായിലിടുന്നത് തെറ്റാണോ, ഇവിടെ വേറെ വല്ല പണിക്ക് പോയിട്ട് എന്താണ് മറ്റേ തൊഴിലുറപ്പിനൊക്കെ പോകാൻ എന്നോട് പറയുന്നുണ്ട്. ഒരു സെക്സ് എഡ്യൂക്കേറ്റർ ആയില്ലേ, ചെയ്തല്ലേ പറ്റൂ. എൻ്റെ ഒരു സോൾ പർപ്പസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സമയമില്ല കേട്ടോ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നോക്കാം. അപ്പം ആ 3 ട്രിക്സ് ഒറ്റ സമയത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നേച്ചർ മാനിയൻ്റെ മസാജ് ഓയിൽ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ട് ഉദാഹരണമൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക്, അതായത് ചുരുങ്ങിപ്പോയതോ സിഗരറ്റ് വലിച്ചിട്ടോ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ സൈസിലേക്കും തടിയിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. GMP ISO ആയുഷ് സർട്ടിഫൈഡ് ആണ്, സേഫ് ആണ് യൂസ് ചെയ്യാൻ. മാത്രമല്ല ക്ലിനിക്കലി പ്രൂവണുമാണ്. ഇതിൽ ലങ്, ശതാവരി, സേഫ് മുസ്ലി, അശ്വഗന്ധ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫോർസ്കിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ, ഇങ്ങനെ ലോക്കായി പോകുന്നു അല്ലെങ്കിൽ പുറകോട്ടേക്ക് സ്കിൻ വരാൻ പറ്റില്ലാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത് മാറാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ സ്കിന്നിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്കിൻ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അത് ഫംഗൽ പോലത്തെ സാധാരണ സ്കിൻ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ ഇത് മാറ്റും. അല്ലാണ്ട് നിങ്ങൾക്ക് ലൈംഗികമൊക്കെ ആണെങ്കിൽ ഇത് മാറ്റില്ല കേട്ടോ. അത് ഡോക്ടറെ തന്നെ കാണിക്കണം. ഇതിൽ അശ്വഗന്ധ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടാനും സ്റ്റാമിന കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മുസ്ലിം നിങ്ങളുടെ ലിംഗത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ നീളം കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടിയിട്ട് കറക്റ്റായിട്ടുള്ള നീളവും തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ലങ് സെൻസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ശതാവരി നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ എല്ലാ അറകളിലേക്കും ലിംഗത്തിൻ്റെ അറകളിലേക്ക് ബ്ലഡ് നന്നായിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല യഥാർത്ഥ സൈസിലേക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ലിംഗത്തിൽ എക്സ്ട്രാ വളരും നല്ല കേട്ടോ പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഈ ചുരുങ്ങിയൊക്കെ വരുന്ന ഒരുപാട് പ്രശ്നമുള്ളവരുണ്ട്. ഈ ലിംഗം പണ്ടത്തെ പോലെ ചെറുതായി വരുന്നവർ, അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇത് കുറച്ച് അളവിലെടുക്കും. എന്നിട്ട് ലിംഗത്തിൻ്റെ താഴെ നിന്നിട്ട് മുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും കേട്ടോ. ആദ്യം തന്നെ പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ചിലർക്കൊക്കെ പല തരത്തിൽ ഉത്തേജിപ്പിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തവർ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം അത് ലൂപ്പ് നമ്മൾ വായിൽ നല്ല രീതിയിൽ സലൈവയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചൂയിങ്ങോ ആദ്യം ചമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥലം ആക്റ്റീവാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മധുരം അങ്ങനെ എന്തെങ്കിലും അധികമായിട്ട് തിന്നിട്ട് ലിംഗത്തിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കേട്ടോ അങ്ങനെ ഒന്നും ചെയ്ത്. എന്നിട്ട് നിങ്ങൾ ലിംഗം വായിലിട്ടതിന് ശേഷം നാവ് കൊണ്ട് അതിന് ടിപ്പിൽ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ അതായത് ടേസ്റ്റ് ബഡ്സ് കൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ സ്ക്രബ് ചെയ്യില്ലേ, അതുപോലെ ലിംഗത്തിൻ്റെ അറ്റ സ്ക്രബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കൈ കൊണ്ട് ലിംഗത്തിൻ്റെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ട് വേണം ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ. അത് അറ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ഈ കൈ കൊണ്ട് അവരുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉത്തേജിപ്പിക്കുക. അല്ലെങ്കിൽ ലൂബ് ഉറപ്പായിട്ട് യൂസ് ചെയ്ത് ലൂബ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫിംഗറിൽ ചെയ്തിട്ട് അവരുടെ പി സ്പോട്ട് ഉത്തേജിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരുപാട് എന്ന് വെച്ചാൽ ഈ 3 സ്ഥലത്ത് ഒരു ഉത്തേജനം കിട്ടുമല്ലേ, അതൊരു ഫുൾ ബോഡിയിൽ മൂർച്ചയിലേക്ക് അവർ എത്തിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. മിക്ക ആണുങ്ങൾക്കോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കോ അല്ലെങ്കിൽ മലനാട്ടിലോട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നവർക്കായിരിക്കും ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുക. ഫസ്റ്റ് ലിംഗം വായിലിടുക, എന്നിട്ട് ആ ടിപ്പിൽ കൊണ്ട് സർക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് കൊണ്ട് ഫ്രിക്ഷൻ ചെയ്യുക. അറ്റ് ടൈമിൽ തന്നെ ലിംഗത്തെ ഉത്തേജിപ്പിക്കുകയും ആ സമയം തന്നെ നിങ്ങൾ ഫിംഗറിങ് ചെയ്തുകൂടി ചെയ്യുകയാണെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രീനിങ് ആയിട്ടുള്ള ഒരു രതിമൂർച്ച അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അത്രയും അടുത്തറിയുന്ന സ്വന്തം പങ്കാളിയോടൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സ്ട്രേഞ്ചറായിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സൊക്കെ ഉള്ളവരോട് ഇത് ചെയ്യാൻ ഒരിക്കലും നിൽക്കുക. കാരണം എപ്പോൾ പണിയിട്ടെന്ന് ചോദിച്ചാൽ മതി, അവർക്കെന്നെ ചിലപ്പോൾ അറിയാനുണ്ടാവില്ല STD ഒക്കെ ഉണ്ടാവുമെന്ന് കേട്ടോ. അപ്പോൾ ഉറകളൊക്കെ ഉപയോഗിക്കാനും അങ്ങനെ അത്രയധികം സേഫ്റ്റി മെഷർമെൻറ്റൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ അതും റിസ്ക്കാണ്. ഓക്കെ, thanks for watching my video. See you next day with another topic. Bye.